കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോളേജിൽ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ തിരക്കായിരുന്നു. ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയിരുന്നു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരത്തെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി. ഞാനും രാഗിയൊന്നും കൂടെ നേരെ സുഭാഷ് പാർക്കിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങിപ്പോയിരുന്നു. ദുരന്തം പറയാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഐസ്ക്രീം കടക്കാരൻ പണി തന്നു. പുള്ളി പൂട്ടി പോയിട്ടുണ്ടായിരുന്നു. വരാൻ പോകുന്ന വലിയ ദുരന്തം പുള്ളി മുൻകൂട്ടി കണ്ടായിരുന്നു. മഴക്കാർ കണ്ടപ്പോഴേ അവള് പറഞ്ഞതാണ് പോവാന്ന്. ഞാനാ പറഞ്ഞ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് പോവാം. സ്വന്തമായി കൊട പോലും കയ്യിൽ കരുതാത്ത എനിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര ധൈര്യം എന്ന് എനിക്കറിയാൻ പാടില്ല. 10 മിനിറ്റിൽ നല്ല കലക്ക മഴയും അടിപൊളി കാറ്റും. മഴ നനയാതിരിക്കാൻ മരത്തിന്റെ അടിയിൽ പോയി നിന്നപ്പോഴായിരുന്നു വെറും കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ഇരുന്ന ഇണക്കുരുവികൾ വരെ പറന്നു പോവായിരുന്നു. അങ്ങനെ വെറുതെ ഈ മരം തലയിൽ വീണ് വീണ്ടും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു പണി ഒപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. കുറ്റം പറയരുതല്ലോ, അവിടെ ചെന്നപ്പോഴേക്കും ബോട്ട് ജെട്ടി വരെ നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിഴിഞ്ഞു കളഞ്ഞ സങ്കടം മാറാൻ വേണ്ടിയിട്ട് ഓരോ ഐസ്ക്രീമും കൂടി വാങ്ങി ഞങ്ങൾ കുത്തി. മജസ്റ്റിക് ബാർന്നോ അങ്ങനെ എന്തോണം ഞാനത് പേര് കണ്ടത്, പക്ഷെ ഒരു വകയ്ക്ക് കൊള്ളൂല. ഇനിയും എന്നെ നോക്കി എന്നാൽ പണി കിട്ടും എന്നുള്ളത് കൊണ്ട് കിട്ടിയ കാക്കനാട് ബസ് കയറി അവള് രക്ഷപ്പെട്ടു. അവള് പോയ പുറകെ കുടയും കുടയില്ലാത്തത് കൊണ്ട് ഞാനൊരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ കടയിൽ കയറി നിന്നു. പുള്ളി അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് അവിടെ കയറുന്നു. പുറകെ ഇച്ചായം വന്ന് കോട്ട് കിട്ടിയതോടുകൂടി മഴയും പോയി.